അവനെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. ആ വിഷയത്തിൽ ഇടപെട്ട് കൊട്ടാരക്കരക്കാർ ഉൾപ്പെടാൻ തന്നെ തെളിവിച്ചൊരു വിഷയം. അതേ കണക്ക് ദിലീപേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളൂ 2017. ഞാൻ അനുഭവിച്ച് സംസാരിച്ചു. വിജയബാബു വലിയ ചാടയാന്ന് അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. എന്നിട്ട് പുള്ളിക്കൊരു വിഷയം ബന്ധപ്പെട്ട സംസാരം. അതേപോലെ ഈ വിഷയത്തിൽ വിവരം കേട്ട ചോദ്യം ചോദിച്ചവനാണ് കുഴപ്പം. നമ്മളെ ആദ്യമായിട്ടല്ലേ കാണാം, ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഫോണിലൂടെ ഞങ്ങൾ അല്ല ഇടയ്ക്ക് ഇവിടെ രണ്ട് തരത്തിൽ സംസാരിക്കുന്നുണ്ട്. നല്ലതായെന്നും പറയുന്നത് പറഞ്ഞ ശരിയായില്ല എന്ന് പറയുന്നത് സീസൺ അല്ലേ. നമ്മൾ എത്ര പ്രസ് മീറ്റ് കണ്ടിരിക്കുന്നു. നിനക്ക് എന്താടാ ഒരു ഉത്സാഹമല്ല. അല്ലേ ഞാൻ ഏറ്റെടുത്തോളാം. അത് നമുക്ക് സന്തോഷം. അതിലൊരു കാര്യം ചോദിക്കല, ഈ സാമൂഹിക പ്രതിബന്ധം ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ചർച്ചയുണ്ട്. എല്ലാരും അതിനെതിരെ അല്ല അതിനെതിരെ പലരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തമാശ രീതിയിൽ പറഞ്ഞതാണ്, അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്നാണ് ഇപ്പൊ ചോദിച്ചത്. അതിപ്പോ നമ്മൾ സാധാരണ നമ്മളെ ഒരു പ്രസ് മീറ്റ് നമ്മളെന്തിനാ എന്റർടൈൻമെന്റ് മീഡിയ അല്ലേ നമ്മുടെ. അപ്പൊ നിങ്ങളൊക്കെ പലരെയൊക്കെ ഇവനെ ആയിക്കോട്ടെ ഇവനെയൊക്കെ ആയിട്ട് നമ്മളിത് എത്ര കാലത്തെ ബന്ധവും പരിചയമൊക്കെയാ. ഇപ്പൊ എന്റെ നീയായിട്ടായിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇവരെ നിങ്ങളൊക്കെ കാണുന്ന ഞാൻ പ്രത്യേകിച്ച് എത്ര പ്രസ് മീറ്റ് നമ്മൾ ഇരുന്നു, എത്ര കാലം നമ്മൾ കണ്ടു. അപ്പൊ എന്റെ ഒരു കംഫർട്ട് സോണാണ് നിങ്ങളൊക്കെ, മനസ്സിലായില്ലേ? അവിടെ ഞാൻ നിങ്ങൾ എത്ര സീരിയസ് ആയിട്ട് ചോദിച്ചാലും ഞാൻ തമാശ രൂപേണയല്ലേ അതിന് മറുപടി വന്നിട്ടുള്ളൂ എപ്പോഴും. ഇത് ആദ്യമായിട്ടൊന്നും വരില്ലോ. അപ്പൊ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും ഞാൻ തമാശക്ക് അത് ഇങ്ങനെ പറയുന്നല്ലാണ്ട് നമുക്ക് ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ എൻഡോസ് ചെയ്ത സാധനം ഉണ്ടല്ലോ. അജുവിനോട് ചോദിച്ചു, അജു ഇതിന് മുന്നേ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞേ, എടാ നീ ചെയ്ത നല്ല പരിപാടിയാണ് പറഞ്ഞാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എന്താ. അപ്പൊ അവൻ സിമി അല്ലേ ചോദിച്ചെന്നോട് ചോദ്യം. അപ്പൊ ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം എൻഡോസ് ചെയ്യുന്ന സമയത്ത് ഇത് നിയമലംഘനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടുത്തെ അപ്രൂവ് വാങ്ങിച്ചിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഈ ആപ്പും പരിപാടിയൊക്കെ. അല്ലാണ്ട് എഗെയിൻസ്റ്റ് ലോ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എൻഡോസ് ചെയ്യുന്നു എന്നുവെച്ചാൽ അതൊരു തലത്തേക്കുന്ന എണ്ണ ആയിക്കോട്ടെ. ഇവിടെ ഇന്നേ വരെ ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് മുടി വളർന്നതായിട്ടോ ഫെയർനെസ് ക്രീം തേച്ചിട്ട് വെളുത്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് മുടി വളർന്ന ചരിത്രം ഉണ്ടോ? ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ ഇവിടെ ആക്ടേഴ്സ് എൻഡോസ് ചെയ്യുന്നത്? ആണോ? അതിന്റെയൊക്കെ ക്വാളിറ്റി പറയുന്ന ആൾക്കാർക്ക് ഷാറുഖ് ഖാൻ വീട്ടിൽ മറ്റേ ജില്ലറ്റും മറ്റേതൊക്കെ തേച്ചിട്ടില്ല നടക്കുന്നത്, അല്ലെങ്കിൽ അവര് പറയുന്ന മറ്റേ സ്പ്രേ അടിച്ചിട്ടില്ല. ഇവരൊന്നും ഉപയോഗിക്കൂല. ഓക്കെ. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ കറി പൗഡർ നമ്മൾ പറയുന്ന പല ആക്ടേഴ്സും ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പലതും ഞാൻ പറഞ്ഞ എല്ലാം അല്ല, പലതും സ്കാമാ. മനസ്സിലായില്ലേ? കേരളത്തിലെ 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് അല്ലേ കേരളം? അല്ലേ? നിങ്ങൾ എത്ര പേര് കളി കളിച്ചു? എത്ര കളിച്ചു? ഇതിനടിയിലൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. ഇതൊക്കെ ഡിസ്ക്ലൈമർ നമ്മൾ വായിക്കണം. മ്യൂച്വൽ ഫണ്ട്സിന് റിസ്ക് ഇല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ഇല്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് ഇത്തരം ബെറ്റിംഗ് ആപ്സും ബെറ്റിംഗ് ഗെയിംസും ഇതുപോലെ സാധനങ്ങളൊക്കെ ഇതൊക്കെ റിസ്ക് ഉണ്ട്. ഞാൻ ആക്ടറാണ്, ഞാൻ എൻ്റെ ജോലി എന്താണ് അഭിനയിച്ചു കൊടുക്കുക. ഇതുപോലൊരു പ്രോഡക്റ്റ് വരുമ്പോൾ എൻഡോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പെപ്സി എൻഡോസ് ചെയ്യാത്ത റൊണാൾഡോ മറ്റേ വൈക്കുമായിട്ട് പെപ്സി എൻഡോസ് ചെയ്യില്ല. ചിലർക്ക് എന്തുകൊണ്ടാണ്? അത് അൺഹെൽത്തി ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടുത്തെ എത്രയോ വലിയ വലിയ ഇതിൻ്റെയും ബ്രാൻഡ് അംബാസിഡർ പെപ്സിയും കൊക്കക്കോളയാണ്. ഇപ്പോഴും അൺഹെൽത്തി അല്ലേ? പറയുന്ന കറി പൗഡർ അഡൾട്ടറേറ്റഡ് അല്ലേ? ഈ പറയുന്ന തലേ തേക്കുന്ന എണ്ണ തൊട്ടിട്ട് എന്തെങ്കിലും സാധനത്തിനകത്ത് ഇതൊക്കെ ഇവർ എൻഡോസ് ചെയ്യുന്നല്ലേ? അപ്പോൾ ഇവർക്കൊന്നും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതാണോ നീ പറഞ്ഞത്? ജനങ്ങളെ പറ്റിക്കല്ലേ ഇതൊക്കെ തന്നെ? അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ജോലി ഇങ്ങനെ ഒരു സാധനമായിട്ട് അവർ വരുന്ന സമയത്ത് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സാധനമായിട്ട് വരുന്നു. എൻ്റെ മുന്നേ ഉള്ള ആക്ടേഴ്സ് പലരും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു നോക്കുമ്പോൾ അജു ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് സുഹൃത്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ ചെയ്യുന്നു. ഞാൻ എൻ്റെ അടുത്തൊരു എൻ്റെ ജോലി എന്താ, അവർക്ക് ഇന്നത്തെ സമയം കൊടുക്കുക. അവർ പറയുന്നുണ്ട് ഡിസ്ക്ലൈമറായിട്ട് ഇതിന് റിസ്ക് ഉണ്ട്, പരിപാടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള ലോട്ടറി എന്താ ഗാമ്പിളല്ലേ? ലോട്ടറി എന്താ? എത്ര വയസ്സ് ആൾക്കാർ ലക്ഷങ്ങൾ കളയുന്നില്ലേ? എന്താ നീ ലോട്ടറി എടുക്കുന്നുണ്ടോ? ഞാൻ എടുക്കാറില്ല. എടുക്കുന്നുണ്ട്. എത്ര എടുക്കുന്ന ആൾക്കാരുണ്ട്? ഞാൻ എടുക്കാറുണ്ട്. അടിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാശ്. പക്ഷെ ഈ തുറന്നു പറയുന്ന ആൾക്കാർക്ക് പലതും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി. ഇതിപ്പോ നമുക്ക് എന്താ ഇതിപ്പോ നമ്മളിത് ഓൺലൈൻ തെറി ഉണ്ടാവും. ഞാൻ എത്ര കാലം തെറി കേൾക്കുന്ന ആളാണ്. എനിക്ക് ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതുകൊണ്ട് എനിക്ക് വലിയ വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവുന്നു. മാനസികമായി ഞാൻ ഇത് ഹയറെടുക്കല്ല വരുന്ന ആളാന്ന് ഒരിക്കലുമല്ല. കാലങ്ങളെ കേൾക്കല്ലേ. അതുകൊണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. ഇപ്പം നിങ്ങൾ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ കേസ് അത് നമ്മൾ എത്ര കാലമായി തമ്മയിലിട്ടിട്ട് ടെസ്റ്റ് അടിച്ച് കളിപ്പിക്കുന്ന എത്ര കാലമാണ് അല്ലേ? എന്താ നമുക്ക് എന്താ വേണ്ടേ? റീച്ച്. എന്തെങ്കിലും നിങ്ങളുടെ ജോലിനെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സാമൂഹിക ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ?
സമൂഹത്തിനെയും നിങ്ങൾ കൊടുക്കുന്ന തമ്മിലടക്കം എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കല്ലേ. അജ്ജു പറഞ്ഞത് ഞാൻ കണ്ട ധ്യാനിന് സാമൂഹിക പ്രതിബദ്ധത ഉണ്ട്. നമ്മൾ സാമൂഹിക ഡെഫിനറ്റ്ലി നമുക്കുണ്ട്. ഇതൊക്കെ നിയമവിരുദ്ധമാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതിന് തെറ്റെന്നൊക്കെ പറയാം. ഡിസ്ക്ലെയിമർ ഇല്ലെങ്കിൽ തെറ്റെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഏതൊക്കെയോ സാധനം അടിച്ചു പോയില്ലേ, അതൊക്കെ അപ്പൊ നിയമവിരുദ്ധമായിട്ട് നമ്മൾ ലീഗലായിട്ട് വരുന്ന ബെറ്റിംഗ് ആപ്സ്, ഇത് നമ്മൾ നോക്കുമ്പോൾ ആക്ടേഴ്സ് പല സാധനങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ ഗുഡ്ക പാനൊക്കെ ബാനാണ് കേരളത്തിൽ. ഇതേ സാധനം ഇവിടെ ഷാറുഖ് ഖാനും എന്താണ് ഈ ചൈനീ മറ്റേ ഗുഡ്ക പാനൊക്കെ എന്താണ് ആരോഗ്യത്തിന് മറ്റേ ചത്തുവന്ന സാധനമാണ്. സിഗരറ്റ് ഒക്കെ ബാൻ ചെയ്യണ്ടേ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ, പ്രതിബദ്ധത ആൾക്കാർ പറഞ്ഞ പോലെ ഇതൊന്നും എൻഡോസ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവരുടെ ജോലി എന്താണ്? എൻ്റെ ജോലി എന്തായിരുന്നു? അത് എൻഡോസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതാവുകയോ ഈ ഒരു കാര്യം കൊണ്ട് ഈ ആപ്പ് ഇതാക്കിയതുകൊണ്ട് ഞാൻ ലോകത്ത് ഏറ്റവും വലിയ വൃത്തികെട്ടവനായി മാറുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ ഇല്ലാത്ത എന്നെ നിങ്ങൾ എന്തെങ്കിലും ഇരുന്ന് സംസാരിക്കുക പോലും പാടില്ല, അല്ലേ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത എന്നോട് എന്തിനാ നീ സംസാരിക്കണടാ? ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ അത് മീഡിയ പേഴ്സണൽ ആയിട്ടല്ല, തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് എനിക്ക് വിഷമമില്ലല്ലോ, നിനക്ക് എന്താ ഇവിടെ വിഷമം? എടാ അതിപ്പോ ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമ്മൾ ഓപ്പൺ ടു പബ്ലിക് ആണ്. അതിനകത്ത് ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായമുണ്ട്, എനിക്കുൾപ്പെടെ. എനിക്ക് വരും ചീത്ത വിളിക്കാം, എനിക്ക് എന്തും ചെയ്യാം, ഇത് ചെയ്യാം. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഇപ്പൊ എത്രയോ ആനുകാലികമായിട്ട് നടക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഏതൊക്കെയാ ഈ പറയുന്ന ഡ്രഗ്സ്, മറ്റേ ഉപയോഗിച്ചിട്ടുള്ള മറ്റേ പീഡനം. ഇന്നത്തെ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ ചേട്ടൻ ബംഗ്ല പീഡിപ്പിക്കുന്ന വാർത്ത. ഇതൊക്കെ അനുകാലികമായിട്ട് നടക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് നടന്ന സംഭവം. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഈ പയ്യൻ, തിരുവനന്തപുരത്ത് നടന്ന പയ്യൻ, ആ സംഭവം എഞ്ഞാറോട് നടന്ന സംഭവത്തിന് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ ഇല്ല, പക്ഷെ മദ്യവെച്ചിരുന്നവൻ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് മദ്യം ബാൻ ചെയ്യാത്ത? എന്നാ പിന്നെ മദ്യപാനം ഏറ്റവും കൂടുതൽ അവൻ മദ്യവെച്ചിരുന്നു ബാറിൽ പോയി അടിച്ചു എന്നാ പറഞ്ഞത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന തെളിവൊന്നുമില്ല. അപ്പോൾ മദ്യം എന്താ ഇതിനാ ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ടൊബാക്കോ. ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ITC ഏറ്റവും കൂടുതൽ സർക്കാരിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് ശരീരത്തിന് നല്ലതാണോ? ആരോഗ്യത്തിന് നല്ലതാണോ? സിഗരറ്റ് നല്ലതാണോ? സിഗരറ്റ് കോസസ് ക്യാൻസർ. എൻ്റെ മകൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം, എല്ലാ സിനിമയിലും തുടങ്ങുമ്പോൾ ഇതെന്തിനാ അല്ല എപ്പോഴും കാണിക്കുന്നതെന്ന്. ഇതെന്താ ഒരു തവണ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ലേ? എന്തിനാ കാണിക്കണേ? ഇത്രയും വൃത്തിയുടെ സാധനം തന്നെ കാണിക്കണേ. അതേപോലെ നമ്മൾ എത്ര സാധനത്തിന് ഡിസ്ക്ലെയിമർ ഇടുന്നുണ്ട്. ഇത് റിസ്ക് ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് റിസ്ക് ആണ്, സ്റ്റോക്ക് റിസ്ക് ആണ്. ഈ ആപ്പിന് അത് അവർ ഡിസ്ക്ലെയിമർ കാണിക്കുന്നില്ലേ? വേണ്ടവൻ കളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ലിറ്ററസി ഉള്ള കേരള പോലത്തെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരുത്തിന് ഇത് കളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ബോധവും ഇതിനനുസരിച്ച് അവൻ ഇതൊക്കെ ഡിസ്ക്ലെയിമറൊക്കെ വായിച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക, അല്ലേ? ഇതിൻ്റെ റിസ്ക് മനസ്സിലാക്കി കൊണ്ട് തന്നെയായിരിക്കും കളിക്കുന്നുണ്ടാവുക. ഞാൻ എന്തുകൊണ്ട് എൻഡോസ് ചെയ്യാതിരിക്കണം? അതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമില്ല. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്ന ഇതേപോലെ നീ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ തേച്ചിട്ട് മുടി വളർന്ന ചരിത്രം പറഞ്ഞു തരണം എനിക്ക്. ഏത് എണ്ണ വെച്ചിട്ട് നിന്റെ മുടി വളർന്നത് നീ പറഞ്ഞു തരണം. ഏത് സോപ്പ് തേച്ചിട്ടാണ്? ഇവിടെ വലിയ സോപ്പിന്റെ കേസിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അറിയാലോ. സോപ്പ് വെച്ചിട്ട് വെളുത്തിട്ടില്ല എന്നുകൊണ്ട് കേസ് കൊടുത്തിട്ട് ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സ്കാമാണ്. ഇവർ ആ സോപ്പാണോ തേക്കുന്നത്? അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ യൂസ് ചെയ്ത്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു, എൻഡോസ് ചെയ്യുന്നു. ഇവരതൊക്കെ യൂസ് ചെയ്തിട്ടാണോ? എല്ലാം പൈസ ഒക്കെ വേണ്ടിയിട്ടില്ല. അവരെന്താ ചെയ്യുന്നത്? അവർ ആക്ടേഴ്സ്, അവരത് സ്റ്റോറിക്കും പോസ്റ്റിനും വേണ്ടി അവർ കാശ് വാങ്ങിക്കുന്നു, അവരെ ബ്രാൻഡ് ചെയ്യുന്നു, സാധനം ചെയ്യുന്നു. ഇവരത് ഉപയോഗിക്കുന്നുണ്ടോ? ക്വാളിറ്റി ഒക്കെ നടക്കുന്നുണ്ടോ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് എവിടെ അവർക്ക്? എനിക്ക് മാത്രമാണോ ഇല്ലാത്ത? ആർക്കും ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയാൻ പാടില്ല നമുക്ക്. ആക്ച്വലി സോഷ്യൽ കമ്മിറ്റ്മെന്റ് വലിയ വാക്കാണ്, മനസ്സിലായില്ലേ? വലിയ വാക്കാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ദിവസം നമുക്ക് ഒരു 1-on-1 പ്രസ് മീറ്റ് നടത്തണം, അല്ലേ? അന്ന് പൊളിക്കും. ഈ സോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ട്, താരങ്ങള് 1000 രൂപയുടെ സോപ്പാ ഉപയോഗിക്കുന്നത്. അതിലെന്താ സത്യം? എനിക്കറിയാം സത്യം, ഞാൻ കേട്ടില്ലടാ. പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 രൂപയുടെ സോപ്പ്. അതായത് ജാൻചേട്ടന്റെ എല്ലാ പടങ്ങളും റിവ്യൂ ചെയ്യുന്ന കേരളത്തിലെ ഏക റിവ്യൂർ അശ്വിൻ ഗോക്കാണ്. അതിപ്പോ ജാൻചേട്ടൻ എന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ ചെയ്യുന്നതല്ല, പക്ഷെ മോണിറ്ററി ബെനിഫിറ്റ് അതിന്റെ മുന്നിലുണ്ട്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രതീക്ഷയും നൽകാത്തൊരു നടൻ. കാരണം ഇപ്പൊ നീ മറ്റേ അവൻ ചോദിച്ച പോലെ വരിയായിട്ട് പടങ്ങൾ പൊട്ടുന്ന ഒരു നടനിൽ നിന്ന് എന്താണ് റിവ്യൂസ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇരുന്ന് എന്നോട് എന്തിനാണ് സംസാരിക്കുന്നത്? ഒരു പ്രതീക്ഷയില്ല. കാരണം നമുക്ക് ഡിജിറ്റലില് എല്ലാം ഒരു സാരമുണ്ട്, ഇല്ലേ? സത്യമല്ലേ? കാരണം നമ്മളെ പറ്റി എന്തെങ്കിലും നീ എന്ത് പറഞ്ഞാലും ധ്യാനെതിരെ ഈ നടൻ ധ്യാൻ, ഇതിപ്പോ കണ്ടില്ലേ ജഗദീഷ് അങ്കിള്, ഇതെല്ലാം പറയും. നമ്മളെന്താ ടാഗ് ലൈൻ എടുത്ത് തമ്മിൽ ഇടുന്നത് എന്താ? ഇതൊക്കെയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പേര് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ്? റീച്ച്. അപ്പൊ എൻ്റെ പടം എത്ര മോശമാണ്. ഞാൻ ഇപ്പം ഇതിൻ്റെ താഴെ പലരും പറയുന്ന സാധനം എന്താ, എന്തിനാ പിന്നെ പോയി കാണുന്നത്? ഒരു പ്രതീക്ഷ നൽകാത്ത എൻ്റെ സിനിമ ഫസ്റ്റ് ദിവസം ഇവിടുത്തെ മെയിൻ സ്ട്രീം റിവ്യൂവേഴ്സും ഒക്കെ കാണാൻ കാരണം എന്താ?
സ്വാഭാവികം. എന്നെങ്കിലും ഒരു നല്ല പടം വരണമെന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം പിഷാരടി എന്ത് പറഞ്ഞു? ഇങ്ങനെ അങ്ങനെ പിഷാരടി പറഞ്ഞൊരു കാര്യം എന്ന് പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമേശ്വരൻ എനിക്ക് അയച്ച വോയിസിനോട് ഞാൻ കേൾപ്പിച്ചത് അത് എന്തോ ഇപ്പം എന്നുവെച്ചാൽ അത്രയും പേര് അവിടെ നിന്ന സമയത്ത് അവൻ അങ്ങനെ ഞാൻ അവൻ്റെ നമ്മളൊരു പ്രസ് മീറ്റിന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് തരം ചോദ്യവും കേൾക്കാൻ അതിന് ഉത്തരം പറയാൻ നമ്മൾ റെഡിയാണ്. എനിക്ക് അവൻ്റെ ചോദ്യത്തിനോടുള്ള അസഹിഷ്ണുതയല്ല, ഇൻടോളറൻസ് അല്ല, അത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു. കാരണം അവൻ എന്നോട് സംസാരിക്കാതെ വിട്ടാത്തതിൻ്റെയും അവൻ അവനൊരു അതെനിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം കള്ളപ്പണത്തിൻ്റെ കാര്യത്തിനായിക്കോട്ടെ ഇതിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട്. പക്ഷെ അവൻ എന്നെ സംസാരിക്കാൻ പറ്റുന്നില്ലടാ. എത്രത്തോളം അവന് ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട് അത്രത്തോളം അത് കേൾക്കാനും അവനൊരു ഗ്യാപ്പ് തരണ്ടേ. അല്ലാണ്ട് ആ ചോദ്യത്തിനോട് എനിക്ക് അവൻ ചോദിച്ച ചോദ്യം ഇവിടുത്തെ പലരും സംശയത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ്. തീർച്ചയായും അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. സംശയമല്ലേ ആൾക്കാരെ ജനങ്ങളുടെ സംശയമല്ലേ അവൻ കോട്ട് ചെയ്ത്. പക്ഷെ അത് നേരത്തെ അഖില് പറഞ്ഞ പോലെ അതൊരു വലിയ അലിഗേഷനാണ്, എനിക്കെതിരെയല്ല, അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ്. എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് അലിഗേഷൻ അല്ലേ. എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ വർഷം ആരൊക്കെയാണെന്ന് അറിയാമോ? മെരിലാൻഡ് സിനിമാസിലെ വിശാഖ്, ലിസ്റ്റിൻ സ്റ്റീഫൻ, മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്ട്രീം ഞാൻ അലോ ജോസഫ് ചേട്ടൻ്റെ പടം ചെയ്തിട്ടുണ്ട്, എസ്.എൻ. സ്വാമിയുടെ പടം ചെയ്തിട്ടുണ്ട്, അബാം മൂവീസിൻ്റെ പടം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ അല്ലേ ഇവരും പറയുന്ന അലിഗേഷൻ വരില്ലേ? ഇവരൊക്കെ ആയിട്ട് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്, മനസ്സിലായി, നായകനായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വിശാഖ്, മെരിലാൻഡ് സിനിമാസ് അല്ലേ, ആലോചിച്ചോക്ക്. അപ്പോൾ ഇവരൊക്കെ കളപണമെന്നാണോ? അതിന് വർഷങ്ങൾക്ക് മുന്നേ ശേഷം ചെയ്യാം. പിന്നെ ഇത് ഇപ്പോഴും അഖില് നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാ ഈ ബ്ലാക്ക് വൈറ്റ് നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. നമുക്കറിയുന്നുണ്ട് ഇവരൊക്കെ നമ്മൾ അക്കൗണ്ട് ത്രൂ ആണ് പലരും ചെയ്യുന്നത്. ഇത് അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ സ്ക്രൂട്ടണി വരും, പ്രത്യേകിച്ച് മെയിൻ ബാനേഴ്സിനൊക്കെ സ്ക്രൂട്ടണി വരും. ഇവിടെ അറിയുന്നുണ്ട്, ഒന്ന് പോയി രണ്ടാമത്തെ ദിവസം എൻഫോഴ്സ്മെന്റ് വരുന്നു, IT റെയ്ഡ് വരുന്നു. ഇവരൊക്കെ കൃത്യമായി അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പണിയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള അലിഗേഷൻ അപ്പം അവൻ പറയുമ്പോൾ ഇത് യൂട്യൂബിന് താഴെ വരുന്നൊരു കമൻറ്റ് വായിച്ചിട്ട് അവൻ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും എടുത്തു പറയാനുള്ള ഒരു സാധനം നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ആ ചോദ്യത്തിന് എനിക്ക് ദേഷ്യം വന്നിട്ടില്ല. ശ്രദ്ധിച്ചാൽ മതി, ആ ചോദ്യത്തിനോടല്ല ദേഷ്യം. എനിക്ക് ദേഷ്യം വന്നത് അവനത് എന്നെ സംസാരിക്കാൻ വിടാതായപ്പോൾ എനിക്ക് സത്യം ദേഷ്യം വന്നു. കുറേ നേരം അവനിങ്ങനെ തർക്കിക്കാൻ വേണ്ടി സംസാരിച്ച പോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ എത്രയോ ആൾക്കാരെ പുതിയതായിട്ട് വന്ന ഒരാളാണ് ഞാൻ, ബാക്കിയുള്ളവരൊക്കെ എനിക്ക് പരിചയമുണ്ട്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്തോ ഇപ്പം എന്നോട് എനിക്ക് രമേശേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ വന്നിട്ട് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങളൊക്കെ ഇല്ലേ എൻ്റെ കൂടെ നിന്നടാ. താങ്ക് യു. എപ്പോഴും പറയാറുണ്ടല്ലോ സംവിധായകൻ ആവശ്യപ്പെടുന്നത് മാത്രം കൊടുക്കുന്ന നടനാണ്. അതായിരിക്കാമല്ലോ ചിലപ്പോൾ സിനിമ പെട്ടാനുള്ള കാര്യം. ഇപ്പൊ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നത് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ലൈനിലേക്ക് മാറി അല്ല സിനിമ ഞാൻ പറഞ്ഞില്ലേ, സിനിമ ഞാൻ പലതവണ നമ്മൾ പറഞ്ഞിട്ട് സിനിമ ഒരിക്കലും ഷാൽവിരെ ഞാൻ ബാധ്യസ്ഥനാണല്ലേ. അപ്പോൾ സിനിമ ഞാൻ പറഞ്ഞു ചേച്ചി, ഇത് ആരും തന്നെ ഇവരൊക്കെ ജെന്യുവൻലി കാൽക്കുലേഷൻ പാളിപ്പോകുന്നതാണ്. അല്ലാണ്ട് ആരും ഞാൻ ചെയ്ത മിക്കവാറും പുതുമുഖ സംവിധായകരാണ്. ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് സിനിമ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ പല പല ഘട്ടങ്ങളിൽ പാളിപ്പോകുന്നതാണ്. അപ്പം നമുക്കത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ആരാ സ്വന്തം സിനിമ ആദ്യത്തെ പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാം. പക്ഷെ ആദ്യം സംവിധാനം ചെയ്യുന്ന സിനിമ നന്നാക്കാതിരിക്കാൻ ഒരു സംവിധായകൻ നോക്കൂ. സ്വാഭാവികമായിട്ട് അയാൾക്ക് നന്നായാലും മാത്രമേ അയാൾക്കൊരു കരിയറുള്ളൂ. പക്ഷേ പലപ്പോഴും സിനിമ ഘട്ടം ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 130, 120 സിനിമയിൽ എത്രയോ സിനിമ 20 സിനിമകൾ ഇറങ്ങിയാൽ 10-20 പേര് വിജയിക്കുന്നുള്ളൂ. കാരണം നമ്മൾ വലിയ മാർജിൻ സക്സസ് ഒന്നും ഇല്ല നമുക്ക്. അതിൽ 10 പടം 13 പടം എൻ്റെ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ 13 പടം എൻ്റെ അല്ല. അതിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ 4 സിനിമയേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം മൾട്ടി സ്റ്റാറാണ്. മലയാളിയിൽ ഞാൻ ക്യാരക്ടർ റോൾ ചെയ്തിട്ടില്ല, നടികരിൽ ഞാൻ ക്യാമിയോ ചെയ്തിട്ടില്ല. ഇതൊക്കെ എൻ്റെ തലയിലാണ് പലപ്പോഴും. ഓശാനിൽ ഞാൻ 4 ദിവസം 5 ദിവസം അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അതിനിടയിൽ അബാമിൻ്റെ സിനിമ അല്ലെങ്കിൽ ഇടക്ക് വന്ന പല സിനിമകളും 4-5 ദിവസം സിനിമ അഭിനയിച്ച പടത്തിനൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ എല്ലാം ഞാനും കൊണ്ട് പറയണേ. അപ്പോൾ ഇത് ഈക്വലി റെസ്പോൺസിബിലിറ്റി ഒരു നടന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതിൻ്റെ പ്രൊഡ്യൂസറും കഥ കേട്ട് ഡയറക്ടറിനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയണില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ എല്ലാവരും ടൊവിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് പലരും ടൊവിനെ ഫോട്ടോ വെച്ചിട്ട്. ടൊവി അതിന് മുന്നേ 100 കോടിയുടെ സിനിമ സക്സസ്ഫുൾ സിനിമ കൊടുത്ത ആക്ടറാണ് AR റഹ്മാന് ശേഷം. അപ്പോൾ അതിനെപ്പറ്റി അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നെക്സ്റ്റ് ഐഡൻറ്റിറ്റി വരുന്ന സമയത്ത് ടൊവി ഇവിടുത്തെ ഒരു നമുക്ക് പിന്നെ തോൽവി മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും അയാളെ ഫേസ് വെച്ചിട്ട് അതിന് സംവിധാനം റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അതിൻ്റെ പ്രൊഡക്ഷൻ കഥ കേട്ടിട്ടല്ലേ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് ടൊവിനോൻ്റെ ഫേസ് മാത്രം വെച്ചിട്ട് ടൊവിനോ ഇതിന് മാത്രം ഉത്തരവാദിത്തം ഏൽക്കുന്നത്? നടന്മാർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം പലപ്പോഴും. അപ്പം അങ്ങനെ ഉത്തരവാദിത്തം ഞാനും എന്തിനായിട്ട് എടുക്കുന്നത്?
കാര്യമില്ലല്ലോ എല്ലാവരും equally- ഇല്ല, 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 പോയിട്ട് തിരിച്ചു വരുമോ? കുഴപ്പമില്ല.